തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിയാണ് സോണിയാഗാന്ധി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിച്ചത്. UPA സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ പോലെയാണ് സർക്കാരിന്റെ പദ്ധതിയെ കാണുന്നതെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് സംസ്ഥാനത്തിന് ഇതുപോലെയുള്ള കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാനാകുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. This important program. I am confident that by 2015 it will fulfill the goal of making Kerala a zero landed state, creating another successful model for other states to implement. ഭൂമി എന്ന ആവശ്യം സർക്കാർ തള്ളിക്കളയില്ലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഭൂമിക്കൊപ്പം വീടും വെച്ച് നൽകാൻ സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷിഭൂമി വേണം എന്ന ആവശ്യത്തെ ഗവൺമെന്റ് തള്ളിക്കളയുന്നില്ല. അത് എല്ലാവർക്കും ഒരു വീടിനുള്ള ഒരു തുണ്ട് ഭൂമി അത് യാഥാർത്ഥ്യമാക്കിയതിനു ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് നിശ്ചയമായും ലക്ഷ്യമിടും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. 1 ലക്ഷം പേർക്ക് ഒന്നാം ഘട്ടമായി കൊടുക്കുന്നത് ഇവിടെ തുടങ്ങുന്നു. അവശേഷിക്കുന്നവർക്ക് ഭൂമി കണ്ടെത്തി 2,43,000 പരം അപേക്ഷകളിൽ ബാക്കിയുള്ളവർക്ക് ഭൂമി 6 ജില്ലകളിൽ നിന്നുള്ള ഭൂരഹിതർക്ക് സോണിയാഗാന്ധി ചടങ്ങിൽ ഭൂമി വിതരണം ചെയ്തു. ഇവർക്ക് വീടും വെച്ച് നൽകും. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം പേർക്ക് 3 സെന്റ് ഭൂമി വീതമാണ് നൽകുക. അഗതികൾ, മാരക രോഗങ്ങൾ പിടിപെട്ടവർ എന്നിവർക്കാണ് ആദ്യ പരിഗണന. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആദ്യഘട്ടത്തിൽ തന്നെ ഭൂമി നൽകും. ചടങ്ങിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, കേന്ദ്രമന്ത്രി ശശി തരൂർ എന്നിവർ പങ്കെടുത്തു. മിഥില ബാലൻ, മീഡിയ 1, തിരുവനന്തപുരം.